ഭദ്രകാളി സങ്കല്പത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊള്ളട്ടെ ഞാൻ. നോക്കൂ, നിങ്ങളുടെ കർത്തൃത്വബോധം പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഞാൻ എന്നുള്ള ഭാവം, എന്റെ തല, ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ. ഈ നിങ്ങളെല്ലാരും ഈ ഗണപതിക്ക് തേങ്ങ അടിക്കണേ ഇടയ്ക്കിടയ്ക്ക്. തേങ്ങ അടിക്കുമ്പോ ഈ തേങ്ങ എന്റെ തലയാണ്, എന്റെ ഈഗോ ദാ പോണുട്ടേ പോ, നീ എടുത്തോ ഭഗവാനെ, എനിക്ക് വേണ്ട. ഈ സങ്കല്പത്തോടു കൂടി വേണം. അപ്പൊ ആ സങ്കല്പത്തില് നമ്മൾ ആദ്യം ചെയ്തിരിക്കണം എന്താ? ഭഗവതി, നമ്മുടെ തലയെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കണം. നിനക്ക് ഈ സ്വന്തമായിട്ടൊരു തല വേണ്ട, എന്റെ തല മതി നിനക്ക് എന്നാണ് അമ്മ പറഞ്ഞേക്കണേ. അതാണ് കാളി കഴുത്തറത്ത് പിടിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം, ലക്ഷണം അതാണ്. അത് അതിന്റെ താന്തിയാകുന്നു. ഇനിയോ എന്തിനാ പാവാട ഈ കൈകൊണ്ട്? നല്ല സിൽക്ക് പാവാടയൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാലോ. ഈ ചേച്ചി ഈ പാവാട ഇട്ടുള്ളൂ, എന്താ കാര്യം? നമ്മൾ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യണേതാ? ഞാൻ ഈ മൊബൈൽ എടുത്തു എന്ന് പറയുമ്പോ ഞാൻ എടുത്തത് എങ്ങനെയാ? എന്റെ കൈ കൊണ്ടാ എടുത്തേക്കണേ. கூப்பிடுமா, எனக்கு 1000 பேர் இருந்தாலும் எனக்கு பிடிச்ச பேர் ஆத்தா தான்.